ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇതാ ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നൊരു ലോങ് വ്ളോഗാക്കി എടുക്കാമെന്ന് കരുതി. ഷോർട്ട് വ്ളോഗ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം ഇന്ന് എന്തായാലും ഒരു ലോങ് വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി. പല പ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് നമ്മൾ 4 പേരായിട്ട് നമുക്ക് ട്രിപ്പ് പോകണം എന്നുള്ളത്. ട്രിപ്പല്ല, എവിടെയെങ്കിലും ഔട്ടിങ്ങിന് പോകണം എന്നുള്ളത്. അങ്ങനെ ഒരു പ്ലാനിങ് സക്സസ് ആയ ഒരു വ്ളോഗാട്ടോ ഇത്. മക്കളെ എല്ലാവരും ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. നമ്മളെ കൂടെ ഫെല്ലുണ്ട്, ഹാനി ഉണ്ട്, അതുപോലെ തന്നെ ദായ്മട്ടുള്ളത്. കോഴിക്കോടാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ വിചാരിച്ച സമയത്തൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പ്ലാനിങ്ങും കാര്യങ്ങളും എങ്ങനെയാവും എന്നുള്ള യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. ആദ്യം നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ. മുത്താത്ത ഞാൻ നിങ്ങൾ ഇട്ടാലിന്റെ റീച്ച് വിടും മുത്താത്ത. ഞങ്ങൾ ഇനി ചന്ദ്രേട്ടന്റെ ചായക്കടയ്ക്ക് പോവാണ്. ഞങ്ങൾ ആദ്യം പോയത് നല്ല നാടൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രേട്ടൻ്റെ ചായക്കടയ്ക്കാട്ടോ. അത്യാവശ്യം ഹൈപ്പുള്ള സ്പോട്ടാണ്. അപ്പോൾ എന്തായാലും അവിടെ പോകാമെന്ന് കരുതി. നല്ല പീക്കായിട്ടുള്ള ടൈമിലാട്ടോ ഞങ്ങൾ ചെന്നിട്ടുള്ളത്. അതായത് 1 മണി സമയത്താണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. അപ്പോൾ നല്ല റഷ് ഉണ്ടാവുമെന്ന് കരുതിയിരുന്നു. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഇല്ലാത്ത ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യാതൊരു ടെൻഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. വീഡിയോയിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു ചെറിയൊരു ഇടവഴിയിലൂടെ അങ്ങനെ പോകണം കേട്ടോ ചന്ദ്രേട്ടൻ്റെ ചായക്കടയ്ക്ക്. തനി നാടൻ സെറ്റപ്പായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ചെറിയൊരു ഹട്ട് പോലെയെന്ന് ആദ്യം കരുതിയത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ മനസ്സിലായി നല്ല സ്പേസുള്ള ഏരിയ ആണ് കേട്ടോ. അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ അത്ര സ്പേസ് ഉണ്ട്. അങ്ങനെ നമ്മൾ നല്ല നാടൻ ലഞ്ച് ഓർഡർ ചെയ്തു. നമ്മൾ നല്ല ചോറും സാമ്പാറും മീൻകറിയും കൂട്ടിയിട്ടാണ് നമ്മൾ ലഞ്ച് കഴിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഐക്കോറും കൂന്തളാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു അടിപൊളി പായസം ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ചന്ദ്രേട്ടൻ. ഞങ്ങൾ അങ്ങനെ ചന്ദ്രേട്ടൻ്റെ ചായക്കടയിൽ നിന്ന് ഇറങ്ങി നല്ലൊരു ലഞ്ച് പാസ്സാക്കി. ഈ നെക്സ്റ്റ് എങ്ങോട്ടാണ്? നെക്സ്റ്റ് തീരുമാനിച്ചില്ല, വണ്ടിയിൽ തീരുമാനിക്കാം. അങ്ങനെ ചന്ദ്രേട്ടൻ്റെ ചായക്കടയിൽ നിന്ന് നല്ല ഫുഡ് കഴിച്ചിട്ടോ. കുഴപ്പമില്ല, നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ കരുതി മോള് പോകാമെന്ന് കരുതി. നല്ല ചൂടുള്ള സമയത്തില്ല. അപ്പോൾ ഇന്നേരൊന്നും എന്തായാലും മക്കളെ കൊണ്ട് ബീച്ചിൽ പോകുന്നത് നടക്കില്ല. അപ്പോൾ ഞങ്ങൾ മോള് കയറി ജ്യൂസ് കുടിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ മോള് പോയതാട്ടോ. അങ്ങനെ നമ്മൾ ഗോകുലം മോളിലാട്ടോ പോയത്. ഗോകുലം മോളിൽ പോയി വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷായി. പിന്നെ അതിന് ശേഷം നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. ഫുഡ് കോർട്ടിൽ പോയി നമ്മളൊരു ജ്യൂസ് കുടിക്കാമെന്ന് കരുതി. നമ്മൾ പോയതൊരു വർക്കിംഗ് ഡേയിലാണ്, മക്കൾക്കൊക്കെ സ്കൂളിലെ ദിവസമാണ് പോയത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ബൺബോയിലേക്കാട്ടോ. ബൺബോയിൽ പോയിട്ട് 2-3 ബണ്ണ് ട്രൈ ചെയ്യാമെന്ന് കരുതി. കൊറിയൻ ചീസ് ബണ്ണ്, അതുപോലെ തന്നെ ഹേസൽനട്ട്, ചോക്കോലാവ, പിന്നെ വേറൊരു ഐറ്റം കൂടി ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊറിയൻ ചീസ് ബണ്ണാണ്. ഞാനതായിരുന്നു ഓർഡർ ചെയ്തത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അത് ഒന്ന് കഴിച്ചാൽ തന്നെ വയറ് ഫുള്ളായിട്ട് ഫില്ലാവുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബീച്ച് സൈഡ് കട്ട പോയത്. ഇത് വലിയങ്ങാടിയാണ് തോന്നുന്നുണ്ട്, എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. അവിടെ ആലിക്കാൻ്റെ പിസ്തക്കട എന്നുള്ളൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് പിസ്തൻ്റെ ജ്യൂസ് കുടിക്കാമെന്ന് കരുതി. അവിടെ ചിതോ മൂന്നല്ലേ സണ്ണാണ്. അതന്നെ ഗായ്സ് ഇന്ന് എന്താ വ്യാഴാഴ്ച ആയിട്ട് പോലും ബീച്ചിൽ വണ്ടി എടുത്ത സ്ഥലല്ലേ ഗൈസ്.
ഇതാണ് അവസ്ഥ. എന്താണ് സൺസെറ്റ് ആണ് ഒന്നും അറിയില്ല. അവിടെ അപ്പുറത്ത് സ്ഥലം ഉണ്ടായിന്, ഒരു സ്ഥലം ഉണ്ടായിന്. അങ്ങനെ ഫൈനലി നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ഥലം കിട്ടി. എന്നിട്ട് നമ്മൾ അവിടെ ഇറങ്ങിയിട്ടോ. മക്കൾ മണ്ണിൽ കളിക്കാൻ വേണ്ടിയിട്ട് ടോയ്സൊക്കെ ഇട്ടിട്ടാണ് പോന്നിട്ടുള്ളത്. അതേ ബീച്ചിൽ പോകണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ കോഴിക്കോട് വന്നിട്ട് ബീച്ച് പോയാലല്ലേ ആ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ആവുള്ളൂ. അവിടെ അന്ന് ബീച്ചിൽ സ്പീഡ് ബോട്ട് റൈഡിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്താത്ത ഓൾറെഡി അവിടെ അതിൽ കയറിയുണ്ട്. നമ്മളും ഇത്താത്ത പറഞ്ഞു നമുക്ക് കയറാൻ നല്ല രസമായിരിക്കും, നമ്മൾ 4 ആളും കൂടെ പറഞ്ഞിട്ട് ആദ്യം കുറച്ച് പേടിയുണ്ടെങ്കിലും ലാസ്റ്റ് നമ്മൾ കയറാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ സ്പീഡ് ബോട്ട് കയറി. ശരിക്കും പറഞ്ഞാൽ പേടിയായിട്ടോ നമ്മളിങ്ങനെ ചിരിക്കണേ. ആദ്യം പേടിയുണ്ടെങ്കിലും പിന്നെ അതിനുള്ളിൽ കയറിയപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അത്ര ഡേഞ്ചർ മാത്രം ഒന്നുമില്ല, കുറച്ച് അതേറ്റം പോയിട്ട് നമ്മൾ അതേപോലെ തിരിച്ച് വരും. പേടിക്കാൻ മാത്രം ഒന്നുമില്ല കേട്ടോ. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ സ്പീഡ് ബോട്ടിലൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ ചായയും കടക്കപ്പൊരിയൊക്കെ കഴിച്ചിട്ട് പിന്നെ തിരിച്ചു പോരാണ് ചെയ്തത്. ലാസ്റ്റ് അല്ലെങ്കിൽ ബീച്ചിൽ പോയപ്പോൾ പിന്നെ വേറെ എവിടെയും പോകാനുള്ള മൂടൊക്കെ പോയി. ബീച്ചിൽ പോയ ട്രിപ്പ് ഫിനിഷ് ആയ പോലെ തോന്നും. അങ്ങനെ പിന്നെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയിട്ട് പിന്നെ തിരിച്ചു പോന്നു. ഇത് ലോങ് വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞ് അപ്ലോഡ് ചെയ്തെങ്കിലും ഇത് കുറച്ച് ഷോർട്ടാട്ടോ. ഞാൻ വിചാരിച്ചു ഇത് ഒരുപാടുണ്ടാവും, ബട്ട് ഇത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്